നമസ്കാരം. ഈ മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡ് 200 രൂപ ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നും 22 ക്യാരറ്റ് ഗോൾഡ് 14,000 രൂപയ്ക്കാണ് ഇരിക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 15,270 ആണ്. വെള്ളി 260 എന്നാണ് പറയുന്നത്. പക്ഷെ മാർക്കറ്റിൽ 235 കിട്ടുന്നു. രൂപ 92.65 ആണ്. രണ്ടും 95 മാർക്കറ്റ് കിടപ്പിലാണ്. 250 പോയിന്റ് വരയ്ക്കും താഴെ ഇറങ്ങി ഇപ്പൊ 170 പോയിന്റ് മൈനസിലാണ് ഇരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും നിയർലി 500 പോയിന്റിന്റെ മുകളിൽ ഇറങ്ങി. 486 പോയിന്റിലാണ് ഇരിക്കുന്നത്. ഓട്ടോ ഇൻഡെക്സ് -0.7, എറ്റി ഇൻഡെക്സ് 1.3 മൈനസ്, ഫാർമ +0.2, FMCG -0.2, മെറ്റൽ 1. മാർക്കറ്റിന്റെ അവസ്ഥ ഇപ്പൊ ശരിയല്ല ഓവറോളാ നോക്കുമ്പോൾ. ഇതിനുള്ള മുഖ്യ വാർത്ത എന്തെന്ന് വെച്ചാൽ കർണാടക ബാങ്ക് 250 കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. 2 വീക്ക് ഹൈ ആണ്. മൊമെന്റം 2.3% ലോ ആയിരിക്കുന്നു. ഫോസിസ് 2.1% ലോ, നപ്പുറം 1.8% ലോവർ, ഇൻഡസൻഡ് ബാങ്ക് 1.5% ലോവർ ആണ്. നാട് മെർക്കൻഡൈൽ ബാങ്ക് 1.3% ലോവർ ആണ്. ഈ സ്റ്റോക്ക് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയം നിങ്ങൾക്കൊരു ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ സംസാരിക്കുന്ന സമയം കർണാടക ബാങ്ക് 30 രൂപ 35 രൂപയിലാണ് ഇരുന്നത്. 70 രൂപയിൽ റൈറ്റ്സ് ഇഷ്യൂ ഉണ്ടായിരുന്നു. 70 രൂപയിൽ പല വർഷം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 140 140 എന്ന് കുറച്ചായിട്ട് കയറി. ഇന്ന് മാർക്കറ്റ് വീക്കായിരിക്കുന്ന സമയം ഈ ഷെയർ 250 കഴിഞ്ഞ് പോകുന്നു. ഈ 250 എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ അല്ല. ജാനുവരി 2025 ഇത് 286 വരയ്ക്കും ചെന്നിട്ടുണ്ടായിരുന്നു. ഈ 250 കുറിച്ച് ഇപ്പം ഞാൻ എന്ത് പറയുന്നു എന്നാൽ, ആദ്യം കൺസിഡർ ചെയ്ത റേറ്റിലിരുന്ന് 8% ഇത് കയറിയിരിക്കുന്നു. 35 രൂപയ്ക്ക് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 22 രൂപ തിരികെ നിങ്ങൾക്ക് ഡിവിഡൻഡാ കിട്ടിയിരിക്കും. നിങ്ങളെ കാശിൽ 13 രൂപ അകപ്പെട്ടിരിക്കും. ഇന്ന് ആ 13 രൂപ 250 രൂപയായിട്ട് മാറിയിരിക്കുന്നു. 6-7 വർഷത്തിന്റെ സമയമാണ്. കോവിഡ് സമയം നമ്മൾ എടുത്തു എമൗണ്ട്. എൻ്റെ ടീം എന്ത് പറയുന്നു എന്നാൽ, ഇതിൻ്റെ ആനുവൽ കോമ്പൗണ്ടഡ് റിട്ടേൺ വന്നിട്ട് 37% വരുന്നു എന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയാൻ വരുന്നു എന്നാൽ, വളരെ ബോറടിക്കുന്ന ഒരു സ്റ്റോക്ക് കയറത്തില്ല എന്ന് വിചാരിച്ചത് ദിയെ കയറി. വളരെ പതിയാണ് കയറിയത്. ഡീപ്പ് വാല്യൂ ബൈയിലാണ് ഇരുന്നത്. ഇവിടെ കൺസിഡർ ചെയ്തു. ഇന്നും അത് ബുക്ക് വാല്യൂവിന് കുറവാ തന്നെ ഇരിക്കുന്നു. മറ്റതൊക്കെ 2 ടൈംസ് ബുക്ക് അത് ഇതെന്ന് പോണ സമയം എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ നമ്മൾ ക്ഷമയോട് കാത്തിരിക്കാൻ അടിക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊണ്ട് നേടാൻ പറ്റും. എന്നും നിങ്ങൾ ഇതിന് ഓപ്പൺ ചെയ്തു ഏറിയ ഇറങ്ങിയ ഇല്ല എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പാടാണ് മുമ്പോട്ട് പോകാൻ. അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. അതുപോലെ തങ്കമയിലും ഇപ്പോൾ 4,200 രൂപയ്ക്കാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 250 300 രൂപയ്ക്ക് കോവിഡ് ടൈമിൽ കൺസിഡർ ചെയ്ത് 1:1 ബോണസ് കണ്ട് 125 150 വെച്ചോ 4,600. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റാ ചെയ്യുവാണെങ്കിൽ, മേയോട് കാത്തിരിക്കുവാണെങ്കിൽ നല്ല റിട്ടേൺ വരും. 10ൽ 6 സ്റ്റോക്ക് പോലെ നല്ല റിട്ടേൺ വരുവാണെങ്കിൽ ഈ 4 എങ്ങനെ പോയാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിഷമം വേണ്ട, പ്രോബ്ലം ഇല്ല. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്നാൽ, നമ്മൾ ചെയ്ത പട്ടാസ് ലിസ്റ്റിൽ ഇതുപോലത്തെ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് വെപ്രാളപ്പെടുന്നു. പിന്നെ എന്താണ് മാർക്കറ്റ് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നോവാണെങ്കിൽ, ഇതിനെ ഇഴുത്തു പൂട്ടി അതിൻ്റെ ചാവി തൊലഞ്ഞു പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. കാരണം എന്തെന്ന് വെച്ചാൽ, ഇസ്രയേൽ ലെബനോനിൽ ഗുണ്ടുവിട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അഗ്രിമെന്റിൽ ലെബനോനെ കുറിച്ച് ഉണ്ടാ ഇല്ലെന്ന് അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇറാൻ ഉത്തരം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് സീസ് ഫയർ വയലേഷൻ ആണ് എന്നാണ്. എന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അത് ട്രംപും ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ ടാരിഫിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനിന് വെപ്പൺ സപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ 50% ടാരിഫ്. വെപ്പൺ സപ്ലൈ ചെയ്യുന്നവർ ചൈനയാണ്. അതിനൊക്കെ ഇനി എത്രയും ടാരിഫ് ഇട്ടാലും അവർ വിഷമിക്കാൻ പോണതില്ല. ഇതിൽ ട്രംപ് തോറ്റുപോയി എന്നെ സംബന്ധിച്ച് തന്നെ ആവണം. അതിനെക്കുറിച്ച് മേടിക്കുന്നത് ഒരേ ഒരു കൺട്രി തന്നെ. അത് ഏത് നാടെന്ന് നിങ്ങൾക്കറിയാം. RBI എന്ത് പറയുന്നു എന്നാൽ, അയാളുടെ മേളിൽ പ്രഷറാണ്. ഇൻഫ്ലേഷൻ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർപ്പൂരം ഡേറ്റി സത്യം ചെയ്യണം. പക്ഷേ ഇൻഫ്ലേഷൻ എസ്റ്റിമേഷൻ കയറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കയറുന്നു, രൂപ വീക്കാകുന്നു, ഓയിൽ പ്രൈസ് കയറുന്നതാണ് ഇതിൻ്റെ കാരണം. ഇത് കാരണം ഞങ്ങൾക്ക് പ്രോബ്ലമായിരിക്കുന്നു എന്നും പറയും. വേൾഡ് ബാങ്കും ഇന്ത്യയുടെ ഗ്രോത്ത് കുറയും എന്നാണ് പറയുന്നത്. ഗോൾഡ് ആൻഡ് സിൽവർ ഞാൻ പറഞ്ഞതുപോലെ വാർ നിന്ന ഉടനെ കയറിയായിരുന്നു. സിറിയ സീസ് ഫയറിൽ ഹോമോസിനെ മൂടി എന്ന് അറിഞ്ഞ ഉടനെ ആൾ തിരികെ പിന്നെ ഇറങ്ങിയായിരുന്നു. ഡോളർ മേളിലും താഴെയും പോകുന്ന കാരണമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഈ ട്രെൻഡ് റെക്കോർഡ് ഹൈക്ക് ചെന്നിരിക്കുന്നു. പാങ് ജുവലറി ഡിഫറൻസ് 6% ഗ്രോത്ത് ഇരിക്കുന്നു.
ലാബ് ഗ്രോൺ ഡയമണ്ട് ഇതുപോലത്തെ കുറച്ച് ഐഡിയാക്കളൊക്കെ ചെയ്യുന്നു. ഫോറിൽ ജെംസ് അത് ഇതെന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ മാർജിൻ ചെയ്യാം എന്ന ഇതിൽ തന്നെ അവർ ഇരിക്കുന്നു. ബേ ഇന്നും ഡിഫ്യൂഷൻ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് റസൻസ് ലിസ്റ്റിങ്ങിൽ. വേണു ശ്രീനിവാസൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ബേ പറയുന്നതിൻ്റെ ഞങ്ങൾക്ക് ഒരു ഉത്തരവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിടിച്ചിട്ടാണ് ഇപ്പോൾ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുന്നത്. ബേ തീരുമാനം എടുത്ത് ഇവർ അപ്പീൽ ചെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്നും നാളെയും ഈ ഇഷ്യൂ വരാൻ പോകുന്നില്ല. ടാറ്റ മോട്ടോർ വന്നിട്ട് ഗ്ലോബൽ എക്സ്പാൻഷന് സൈറ്റ് ടൈറ്റ് ചെയ്തിരിക്കുന്നു. ഡീമെർജർ ആയതിൻ്റെ ശേഷം EVനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. ഇത് കാരണം JLRന് ഒരുപാട് ഗ്രോത്ത് ഇരിക്കും എന്ന് പറയുന്നു. അതായത് വില കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ സ്ഥലത്തിൽ വിലവാശി കയറിയില്ല, കാർ കയറിയില്ല, മോട്ടോർ സൈക്കിൾ കയറിയില്ല എന്നാണ് പറയുന്നത് ഒരു സൈഡ്. ചില വിലവാശി മാത്രം കയറിയില്ല എന്ന് പറയുന്നു. May 1 റേറ്റ് കൂടും എന്ന് പറയുന്നു. ബോഷ് എന്ന് പറയുന്നു എന്നാൽ 9,000 കോടിയെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിന് നാറ്റോ ടെക്നോളജി റേഷനെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നു. TCSന്റെ 4th quarter ഇയർ റിസൾട്ട് വരും. ഒരു 4% കയറും. ഇത് വന്നിട്ട് ഡിമാൻഡ് കയറിയതായുള്ള കാര്യമല്ല. എങ്ങനെ കയറിയാലും റുപ്പി വീക്ക്നെസ് കാരണം കയറുന്നതാണ്. കാരണം ഇവരുടെ പ്രോഫിറ്റ്സും കയറും. എത്രയാണ് തരുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് നോക്കാം. ഐഡസ് വെൽനെസ്സിന് US FDA പൈപ്പ് ലൈന് ഒന്നായിട്ടിരിക്കുന്നു. FDA ആണ് അവർ ഡ്രഗ് അതോറിറ്റി. അവർ അപ്രൂവൽ കൊടുക്കുന്ന കാരണം ഇത് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പുറം വന്നിട്ട് അവരുടെ പഴയ ഇന്റേണൽ ഗവൺമെന്റിൽ ഇൻസൈഡർ ട്രേഡിംഗ് നടന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ കമ്പനിയിൽ ഇരിക്കുന്ന ഏതോ സീനിയർ ഓഫീസർ ബൈ ആൻഡ് സെയിൽ ചെയ്തിരിക്കുന്നു. Mitsubishi ഫൈനാൻസ് ഗ്രൂപ്പ് വന്ന് 10,000 കോടി ശ്രീറാം ഫിനാൻസിൽ ഇട്ടത് കാരണം അവർ ഗ്രോത്ത് കയറിയിരിക്കുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് വരുന്നില്ല. അതിന് എന്തെങ്കിലും സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ബാങ്ക് അതിന് മറുപടിയായി എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഇരിക്കുന്ന പ്രോഫിറ്റിനൊക്കെ നിങ്ങൾ ക്യാപിറ്റലിൽ കാണിക്കാം അത് പറഞ്ഞ് ടയർ 1 ക്യാപിറ്റലിന് 6 1.26 കയറ്റി വിറ്റിരിക്കുന്നു. ഡെപ്പോസിറ്റ് ഇല്ലാതെ കുറച്ച് ലെൻഡിങ് കൂടുതൽ എടുക്കാം. ടെസ്ല ഇന്ത്യയിൽ നഷ്ടത്തിലാണ്. 140 കാറാണ് വിറ്റിരിക്കുന്നു. അതിനെക്കാട്ടിലും വിൻഫാസ്റ്റ് നന്നാ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം ബെറ്റർ ആയിട്ട് ചെയ്തിരിക്കുന്നു. കാരണം അമേരിക്കയിലും ഒരുപാട് ആൾക്കാരനെ ടാറ്റ പറഞ്ഞിരിക്കുന്നു. ലെറ്റർ ഇട്ടതുപോലെ അവിടെ ഒരുപാട് ആൾക്കാരിന് ലെറ്റർ വരുന്നു. AI ആണ്. ഒരുപാട് ആൾക്കാർക്ക് ജോലിയുടെ ആവശ്യം പോകും. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മങ്ങാത്ത കളിക്കുന്നത് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന പോലെ 2% കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത്. ടെൽ ഇൻവെസ്റ്റർ ഓടാതെ ഓടിച്ചെന്നിരിക്കുന്നു. പിന്നെ എടുത്തുകൊണ്ട് ചെന്നിരിക്കുന്നു. കാശിനെ തിരികെ കൊടുക്കാൻ വരത്തില്ല എന്നാണ് കഥ. അവർ തന്നെ കാശിനെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഓവറോളായിട്ട് മാർക്കറ്റ് എന്തിന് വെയിറ്റ് ചെയ്യുന്നു എന്നാൽ ഇറാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതനുസരിച്ചാണ്. ഓൾമോസ്റ്റ് പൂട്ടിയ ഷാവി കാണാതെ പോയെങ്കിൽ വെച്ചോ ഇന്നലെ വീഴുന്ന 15% കച്ചായ നിറവില കയറും. നമ്മൾ ടൈംസ് ബിസിനസ്സിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നാൽ ഇന്നും 2 മാസത്തിന് ഈ പ്രോബ്ലം ഒന്നും സോൾവ് ആകത്തില്ല. തുറന്നു വിട്ട് ഫ്രീ ആയിട്ട് കപ്പൽ ചെല്ലുവാണെങ്കിൽ കൂടെ മാസത്തിനാണ് LPG പ്രോബ്ലം സോൾവ് ആകും. ഞങ്ങളെ ഇൻപുട്ട് കാസ്റ്റൊക്കെ 15% വില കയറിയിട്ടുള്ളത്. എങ്ങനെയാണ് വിലയെ കയറ്റണം എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹോമോസിൽ ഈ ഒരു അവസ്ഥ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് സോൾവ് ആകുമെന്ന് അറിയാൻ പറ്റുന്നില്ല. സ്വർണത്തിന്റെ വില 2 ദിവസം കുറയും. ഇന്നലെ തന്നെ 200 രൂപ വീഴുന്നായിരുന്നു. ഇന്ന് എക്സ്ക്ലേറ്റ് ആവുകയാണെങ്കിൽ ഇന്നും ഒരു 200 രൂപ വീഴും. ഈ സമയം പീസ് വന്നിരിക്കുന്നു. ഇത് தெரியாതെയാണ് അബദ്ധം പറ്റിയെന്ന് ഇസ്രായേൽ പറയുന്നു. ഇന്നും ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അപ്പലിനെ തിരികെ വിടും. ഇരിക്കുന്ന സ്ഥിതിക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല. ഇസ്ലാമാബാദിലാണ് മീറ്റിംഗ് നടക്കും. ഇസ്ലാമാബാദിലാണ് വെച്ചാണ് മീറ്റിംഗ്. ഇറാൻ ആ മീറ്റിങ്ങിന് വരുന്നോ എന്ന് നോക്കാം. ബൊണോണിൽ ഗുണ്ടിടു അതിന് വരുന്നില്ല എന്ന് പറയുന്നു. ഭാഗവതർ അതിന് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ പോയി സംസാരിക്കുമെന്ന്. എന്താണ് അതോറിറ്റി കൊടുത്തിരിക്കുന്നു, അയാൾ എന്ത് സംസാരിക്കുന്നു എന്നത് വെച്ചാണ് ഇരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ആളുള്ള മാർക്കറ്റ് ഇരിക്കണം. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.